വിഷുവൊക്കെ ഇവിടെ എത്തിയിട്ടോ ഗൈസ്. നമുക്ക് ഒന്നിച്ച് പടകം വാങ്ങാൻ പോയാലോ? കമ്മൺ ഗൈസ്, നമുക്ക് ഒന്നിച്ച് തന്നെ പടകം വാങ്ങാൻ പോകുന്നു. ഒരു 7 മണി ടൈമിൽ തന്നെ നമ്മൾ പടക്കം വാങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ഏട്ടനും ഋത്തൂസും കൂടെയാണ് പോകുന്നത് ഓട്ടോയിൽ. അങ്ങനെ നമ്മളിതേ സന്തോഷത്തോടെ തന്നെ ഇറങ്ങി തിരുവങ്ങൂർ എത്തിയ പാടെ തന്നെ ഇവിടുത്തെ മുടിഞ്ഞ ട്രാഫിക് കണ്ട അതോടെ തന്നെ മനസ്സ് ചട്ടെന്ന് തന്നെ പറയാം. ഇവിടെ മെയിനായിട്ട് റോഡ് പണി നടക്കുന്നതുകൊണ്ട് മെയിൻ റോഡിന് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് പോകാൻ. അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ ഒട്ടും വിഷമിക്കേണ്ട, നമുക്ക് ഷോർട്ട് കട്ട് വെച്ച് പിടിക്കാം. ഷോർട്ട് കട്ടെങ്കിൽ ഷോർട്ട് കട്ട്, നമുക്ക് പടകം വാങ്ങിയാൽ മതി. അങ്ങനെ പൂക്കാട് കാഞ്ഞിലിശ്ശേരി വഴിയുള്ള ഒരു റോഡാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. നമുക്ക് പൂക്കാട് ചാലിയത്തെത്തണം. തൂവക്കോട് എന്ന സ്ഥലത്താണ് നമ്മൾ മെയിനായിട്ട് പടകം വാങ്ങുന്ന സ്ഥലം. അവിടെ നിന്നാണ് എല്ലാ പ്രാവശ്യവും നമ്മൾ പടകം വാങ്ങാറ്. അങ്ങനെ നമ്മുടെ സന്തോഷം കൊണ്ടാണോ എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മൾ ചാടി തുള്ളിക്കൊണ്ടാണ് പോകുന്നത്. പിന്നീടാണ് മനസ്സിലായത് നമ്മുടെ സന്തോഷം മാത്രമല്ല കേട്ടോ, റോഡിൻ്റെ ശോചനാവസ്ഥ കൂടെ നമ്മൾ ദയനീയമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏട്ടൻ ഒരുപാട് കഥകളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് റോഡിൻ്റെ തുള്ളിച്ചാട്ടം കൊണ്ട് തന്നെ പകുതി കേൾക്കുന്നില്ല എന്ന് തന്നെ പറയാം. ഫൈനലി നമ്മളിതേ നമ്മുടെ സ്ഥലത്ത് തന്നെ എത്തി. പടകങ്ങൾ എന്ന ബോർഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലൊരാശ്വാസം തോന്നുന്നു. ഇവിടെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചത്ര തിരക്കൊന്നും തുടങ്ങിയിട്ടില്ല. വിഷു അടുത്തിട്ടില്ലല്ലോ, 2-3 ദിവസം കൂടി ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസം, ശ്വാസം വിടാനുള്ള ഗ്യാപ്പുണ്ട്. ഇവിടെ അല്ലെങ്കിൽ ഒട്ടും അടുക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ പടകങ്ങളുടെയും വർണ്ണശബളമായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയെന്ന് പറയാം. അപ്പോൾ ഋത്തൂസും ഞാനും ഇതേ വന്ന തന്നെ ഋത്തൂസ് സ്ഥാനം പിടിച്ചു. ഏട്ടൻ ഇവിടെ ഓരോന്നായിട്ട് ഓർഡർ കൊടുക്കുകയാണ്. പഴയ നൊസ്റ്റോളജി പുതുക്കാൻ എന്ന രീതിയിൽ ഏട്ടൻ പഴയ ഓരോ ഐറ്റംസൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കുരുവി, അമിട്ട്, ഡബിൾ പൊട്ട്, ഓലപ്പടക്കങ്ങൾ, അങ്ങനെ എന്തൊക്കെയൊക്കെയോ നുള്ളിപ്പറക്കിയൊക്കെ ഏട്ടൻ ഓരോന്നും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പയ്യൻ പുതിയ ഐറ്റംസിലേക്ക് ഏട്ടനെ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടെ നമ്മൾ ഋത്തൂസിന് പൊട്ടിക്കാൻ ക്യാപ്സിന് ഗണ്ണൊക്കെ കണ്ടു, അതൊക്കെ വാങ്ങി. പക്ഷേ ഋത്തൂസിന് ഇവിടെ ക്യാപ്സ് പൊട്ടിക്കാൻ വരെ വളരെ പേടിയാണ്. അതാണ് നമ്മുടെ സത്യാവസ്ഥ. എങ്കിലും നമ്മൾ വിട്ടുകൊടുക്കരുതല്ലോ, നമ്മൾ വാങ്ങി. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചറപറകളും സ്കൈ ഷോട്ടുകളും അങ്ങനെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഓരോന്നും പർച്ചേസ് ചെയ്യുന്ന ഇടയിൽ കൂടി ഞാനിവിടെയൊക്കെ മൊത്തത്തിലൊന്ന് കണ്ണോടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പർച്ചേസിങ്ങിൻ്റെ സാധനങ്ങളായിട്ട് എനിക്ക് വലിയൊരു പൂത്തിരിയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് ആ പയ്യെ. ഇത് നോക്കുന്നതൊക്കെ ചോദിക്കുന്നു. അതിനിടെ ഞങ്ങളിതേ നിലച്ചക്രമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നിലച്ചക്രത്തിൻ്റെ തന്നെ വേറൊരു വേർഷൻ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അതിനോട് ഏട്ടന് താല്പര്യമില്ല. പിന്നെ കുറച്ച് ഷോർട്ട്സുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഋത്തുവിടെ കാര്യമായിട്ട് അച്ഛനോട് ചർച്ച ചെയ്യുകയാണ് എന്തൊക്കെ അച്ഛൻ വാങ്ങണ്ടേന്നുള്ളത്. പിന്നെ ഒരു പീക്കോക്കിൻ്റെ ഒരു പുതിയ ഐറ്റം ഇവിടെ കാണുന്നുണ്ട്. അതൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. നമുക്ക് വേണ്ടി അത്യാവശ്യമുള്ളത് മാത്രം. ഇവിടെ നോക്കി ചെറിയ ചറപറകളും വർണ്ണശബളമായ പലർക്കും ഓരോ വേർഷനായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഋത്തൂസിന് വേണ്ടി പൂത്തിരിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. കമ്പിത്തിരി, പൂത്തിരി, മത്താപ്പ് അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ പർച്ചേസിങ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എവിടെ എത്തി? ഡ്രസ്സൊക്കെ എടുത്തോ? പടകങ്ങളൊക്കെ വാങ്ങിയോ? പർച്ചേസിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണോ? നിങ്ങളുടെ വിശേഷങ്ങൾ എന്നോടും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പകുതി എത്തുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് തിരക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നൈറ്റ് ഒരു 10 മണി വരെയൊക്കെ ഈ ഷോപ്പ് ഓപ്പൺ തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മളൊരു 2000 രൂപയുടെ ഒരു ചെറിയൊരു പർച്ചേസിങ് നടത്തിയിട്ടുള്ളൂ. അപ്പോൾ 2 പേരും കൂടി പിടിച്ച് ഭയങ്കര ഷോ ഓഫൊക്കെ കാണിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളും എന്നോടും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ. ഹാപ്പി വിഷു ഇൻ അഡ്വാൻസ്.